അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് ഈ നെഗറ്റീവ് പറയുന്നത്. ഞാൻ ഇപ്പോഴും ചിന്തിക്കും, ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താവിനെ ഒന്നും പ്രേമിക്കാൻ പോകുന്നില്ല, അവരുടെ മക്കളെ പിടിക്കാൻ പോകുന്നില്ല. എന്താണടേ ഇങ്ങനൊക്കെ ചെയ്യാവോ? ഒന്നുമില്ലേലും പൈസ കൊടുത്ത് കയറുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി മാത്രം അമ്മച്ചി ഇടുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് അല്ലേ, നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് പബ്ലിക് ചെയ്യാവോ? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ അടുത്ത മാസത്തെ സബ്സ്ക്രിപ്ഷനൊക്കെ കുറഞ്ഞു പോകത്തില്ലേ? എന്തോന്നടേ? എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അവരെ കുറച്ച് തന്നെ എനിക്ക് നെഗറ്റീവ് അടിക്കുക. അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മച്ചി പേരൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. എന്തിനാ വെറുതെ അമ്മച്ചി വഴി അവർക്കൊരു റീച്ച് പോകുന്നത്? അങ്ങനെയൊന്നും ചെയ്യരുത്. ബാക്കിയുള്ള ആൾക്കാർ വഴി നമുക്ക് റീച്ച് കിട്ടിയാലും നമ്മൾ വഴി വേറൊരാൾക്ക് റീച്ച് കിട്ടുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. റിയാക്ഷൻ ഓളുകളുണ്ടല്ലോ, എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറേ കണ്ടന്റ് ഓളുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ്. എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തതായിരിക്കും. എന്തായാലും ഞാനിടുന്ന പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. എനിക്ക് വേണ്ടി പ്രമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര് വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ ഞാൻ എങ്ങനെയാണ് ജീവിച്ച് പോട്ടടാ. നിൻ്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എൻ്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവനം. വെൽക്കം അമ്മച്ചി. ചുമ്മാ ഇങ്ങനെ ഓരോ കണ്ടന്റൊക്കെ തരുന്നുണ്ടല്ലോ, അതിന് വെൽക്കം. ഓക്കെ, ഇങ്ങോട്ട് താങ്ക് യു സോ മച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ടൊക്കെ വെൽക്കം പറയണല്ലേ, ഇല്ലെങ്കിൽ അത് നന്ദികേടല്ലേ. അതുകൊണ്ടാണ് പ്രവൃത്തി നടക്കുന്ന കളിയില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല, ഇനി ചാനപ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. വെൽക്കം. പ്രീ പ്രൊമോഷൻ ഞങ്ങൾ തരുന്നതിന് അമ്മച്ചി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങളും വെൽക്കം പറയുന്നു. പക്ഷേ ഒരുമാതിരി ഡബിൾ ഡാഡി സിൻഡ്രോം പരിപാടി കാണിക്കരുത്, മനസ്സിലായോ? ഇപ്പോൾ വന്നിട്ട് താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരുമാതിരി മറ്റേ വർത്താനാണല്ലോ ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന് പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിലങ്ങ് ഉറപ്പിച്ച് നിൽക്കുക, ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ കാല് വെക്കാതെ. ഭയങ്കര മോശമാണ് കേട്ടോ. ഒരു വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഡബിൾ ഡാഡി സിൻഡ്രോത്തിൻ്റെ എന്താ പറയുക സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് കണ്ടിട്ട് വരാവേ. ഹായ്, നമസ്കാരം. രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം. ആരെ പോലെ വലിയ സെലിബ്രിറ്റി? നിങ്ങളെ പോലെ. ബാക്കിയുള്ളവർ സെലിബ്രിറ്റി, നിങ്ങൾ സെലിബ്രിറ്റി. ചെളി വാരി എറിഞ്ഞ് റീച്ച് മേടിക്കുന്ന സെലിബ്രിറ്റി. പറയുമ്പോൾ എനിക്ക് തന്നെ നാക്കുടക്കുന്നു. സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇതുമാതിരിയുള്ളത് എൻ്റെ ഇത്തരം കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യുന്നത്. നിങ്ങൾ തെണ്ടിത്തരമൊക്കെ കാണിക്കും, റീച്ച് ഉണ്ടാക്കുക എന്ത് വൃത്തികെട്ട പരിപാടിയും കാണിക്കും. എന്നിട്ട് വന്നിരുന്നിട്ട് ഇതുപോലെ ഇരുന്ന് നിങ്ങൾ ചെയ്തോ എനിക്ക് എന്തുവാ എന്നുള്ളൊരു ഡയലോഗ് പറയും. ആൾക്കാർ ചെയ്തു തുടങ്ങുമ്പോൾ തിരിച്ചു വന്നിട്ട് ഹിമാതിരി ഡബിൾ സ്റ്റാൻഡ് കളിക്കും. ഈ പരിപാടിയൊന്നും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം വിവരം പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നീയോ കണ്ടോ അതെടുത്തിട്ട് പബ്ലിക്കിലോട്ട് ഇടണോ? എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കാണിക്കണോ ഇതുപോലുള്ള അവതാരങ്ങൾ? നാണം ഉണ്ടോടാ നിനക്കൊക്കെ?
ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിന് കൊടുത്ത പോലെ എനിക്കും കൂടെ കേട്ടല്ല, മറ്റേ രേണുവമ്മച്ചിക്ക് കൊടുത്തതാ. നിങ്ങൾ എന്തിനാ അതെടുത്ത് പബ്ലിക് ഇടുന്നേ? രേണുവമ്മച്ചി കേസ് കൊടുക്കാൻ പോകുന്നത് എന്തും പറഞ്ഞു പോയി കേസ് കൊടുക്കണോ എന്തോ. ഞാൻ തുണി അഴിച്ചത് ഇവന്മാരെടുത്ത് പബ്ലിക്കിലിട്ടെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമോ? ചേട്ടാ, നിങ്ങൾ പബ്ലിക്കിലോട്ട് ഇട്ട കാര്യം തന്നെയല്ലേ ബാക്കിയുള്ളവന്മാരെടുത്ത് പുറത്തിടുന്നത്. ഇപ്പം അതിന് കേസ് എടുത്താൽ പോലീസുകാർ ഇപ്പം കേസ് എടുക്കും. പക്ഷേ ഇതേ അമ്മച്ചി തന്നെയല്ലേ വേറൊരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞത്, നിങ്ങളതൊക്കെ എടുത്ത് പുറത്തിട്ടോ, ഞാൻ നിങ്ങൾക്ക് എന്തുവാ കോണ്ടൻ്റാണ്, നിങ്ങൾ എനിക്ക് പ്രീ പ്രൊമോഷൻ തരുവാണെന്നൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ദേണ്ട ഞാൻ കേസ് കൊടുക്കാൻ പോവാന്ന്. ഇവർ തന്നെ എന്തൊക്കെയോ പറയും, ഇവർ തന്നെ കേസും കൊടുക്കും. ഇത് എവിടത്തെ ന്യായവാ? കൊള്ളാലോ കളി നിങ്ങളുടെ. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് ഒന്ന് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടല്ലോന്നോ എന്തോ അമ്മച്ചി പറയുന്നേ. ഈ സബ്സ്ക്രൈബ് ചെയ്തവന്മാരുടെ വീട്ടിലെ കാശ് കൊണ്ട് തന്നെ അല്ലേ നിങ്ങൾ ഈ ജീവിക്കുന്നേ. പിന്നെ നിങ്ങൾ പൈസ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ സബ് ചെയ്തോന്ന് പറയുന്നതാണോ? അല്ലല്ലോ, അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് അവർ നിങ്ങൾ സബ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവരുടെ വീട്ടിലെ പൈസ ഇല്ലേ? പിന്നെ അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിലെ പൈസയാണോ? എന്തോന്നാ അത്? ബോധമില്ലേ? നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയ വിവരം അറിയാം നീയൊക്കെ. മനസ്സിലായോ? അതാണോ? മനസ്സിലായോ? ആർക്ക് മനസ്സിലായോ? അതാണടേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇല്ലേ, നിങ്ങളതൊക്കെ എടുത്ത് പബ്ലിക് ഇടല്ലേ പ്ലീസ്. നിങ്ങളോ കണ്ട് ഈ അപരാധങ്ങൾ എന്തിനാ വെറുതെ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പബ്ലിക് ആക്കുന്നേ? കാണാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിട്ടാണോ എന്തോ. ഒരു 2-3 ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയല്ലേ ഇവർക്കുള്ളൂ. വേറെ കൊമ്പും പാലൊന്നും ഇല്ലല്ലോ. അല്ല മച്ചി, ബ്ലൂടിക്ക് എന്തേ? നിങ്ങൾ മറ്റേ ബ്ലൂടിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് 3 ദിവസം കണ്ടായല്ലോ. ബ്ലൂടിക്ക് വന്നാ? ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും നോക്കിയപ്പോൾ കണ്ടായിരുന്നോ? സുധിച്ചേട്ടൻ്റെ ഫോട്ടോ മാറ്റിയത് ബ്ലൂടിക്ക് കിട്ടാനാണെന്ന് പറഞ്ഞിട്ട് ബ്ലൂടിക്ക് കണ്ടത് ഞാൻ കണ്ടില്ല. ആരെങ്കിലും കണ്ടായിരുന്നോ? ബ്ലൂടിക്ക് വന്നില്ലേ? അതോ മെറ്റ പറഞ്ഞോ ബ്ലൂടിക്ക് തരൂല്ലാന്ന്? ഷെടാ, എന്നാലും ബ്ലൂടിക്ക് ഫോട്ടോ മാറ്റിയിട്ട് ബ്ലൂടിക്ക് കിട്ടാത്ത എന്താണോ എന്തോ. ഫോട്ടോയും മാറ്റി എല്ലാം മാറ്റിയില്ലേ? ഇനി പേരും കൂടെ മാറ്റിയാലേ നിങ്ങൾ ബ്ലൂടിക്ക് കൊടുക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ അമ്മച്ചി പേര് മാറ്റുന്നുള്ളത്. രേണു സുധി എന്ന പേര്. കാരണം ഇതിൻ്റെ ഇടയിൽ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട് സുധി എൻ്റെ ഭർത്താവാണ്, ഞാൻ പേര് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗമായിരുന്നല്ലോ. എന്തേലൊക്കെ ആവട്ടെ, കിട്ടുമ്പോൾ കിട്ടട്ടെ അല്ലേ. ശരി എന്നാൽ.